നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെ ഒക്ടോബർ 13 അതായത് 1201 കന്നിമാസം 27 തിങ്കളാഴ്ച. നാളെ തിങ്കളാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ 6:17, അസ്തമയം വൈകിട്ട് 6:07. നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. നാളെ കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. നാളെ ആർദ്ര തിരുവാതിര നക്ഷത്രമാകുന്നു. തിരുവാതിര ഒരു ശുഭകാര്യത്തിന് നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാണോ? അല്ല. 7 നക്ഷത്രങ്ങൾ നാം യാത്രക്കോ ഒരു പുതിയ ഓപ്പണിംഗ്, ആരംഭം അല്ലെങ്കിൽ വിത്തിടാനോ ഉപയോഗിക്കാറില്ല. നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടൈവ 7 നാൾ. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, മുപ്പൂരം പൂരം പൂരാടം പൊരുരുട്ടാതി, തൃക്കേട്ട. ഈ 7 നാളുകൾ ഒരു ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കാറില്ല. പക്ഷേ തിരുവാതിര നക്ഷത്രം നാം ഏറ്റവും നന്നായി ശുഭകാര്യത്തിന് ഉപയോഗിക്കാറുണ്ട്. ഏത് കാര്യത്തിനാണ്? കുരുന്നുകൾക്ക് വിദ്യ നുകർന്നു കൊടുക്കാൻ, ഹരിശ്രീ കുറിച്ചു കൊടുക്കാൻ വളരെയധികം നല്ല നക്ഷത്രമാകുന്നു തിരുവാതിര. ആ ഒരു ക്വാളിറ്റി തിരുവാതിര നക്ഷത്രത്തിനുണ്ട്. ശിവന്റെ നക്ഷത്രമാണ് തിരുവാതിര, മഹാവിഷ്ണുവിൻ്റെ തിരുവോണവും. പക്ഷേ വിവാഹ വിഷയത്തിൽ തിരുവാതിരയും തിരുവോണവും പരസ്പരം ഭേദമാണ്, നാശമാണ്. ഒരിക്കലും ജ്യോതിഷികൾ പൊരുത്ത വിഷയത്തിൽ എടുക്കാറില്ല. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ 6:20 മുതൽ 7 മണിക്ക് ഇടയിലുള്ള സമയം വിദ്യാരംഭത്തിന് വേണമെങ്കിൽ സമയം കണ്ടെത്താവുന്നതാണ്. 6:30, 6:45 സമയം വളരെ നല്ല സമയമാണ്. ആ സമയവും തുലാം രാശിയാണ്. അവിടെ ബുധനും 9-ൽ വ്യാഴവുമുണ്ട്. വിദ്യാദാനത്തിന്, അക്ഷരാഭ്യാസത്തിന് ഏറ്റവും നല്ലതാണ്. പഴയ കാലത്ത് ഒരു ചൊല്ലുണ്ട് സുഭാഷിതത്തിൽ: അക്ഷരം വിപ്രഹസ്തേന രാജഹസ്തേന കങ്കണം, മാതൃഹസ്തേന ഭോജനം, ഭാര്യാഹസ്തേന താമ്പൂലം. ബ്രാഹ്മണൻ്റെ കൈകൊണ്ട് അക്ഷരാഭ്യാസം നേടണം. രാജാവിൻ്റെ കൈകൊണ്ട് പട്ടും വളയും ലഭിക്കണം. അമ്മയുടെ കൈകൊണ്ട് ഭക്ഷണവും. അതിനുശേഷമുള്ള ആ വെറ്റില ചവക്കലൊക്കെ ഭാര്യയുടെ കൈകൊണ്ടും ലഭിക്കണമെന്നാണ് ആചാര്യർ പറയുന്നത്. ബ്രഹ്മജ്ഞാനമുള്ള വ്യക്തിയാകുന്നു ബ്രാഹ്മണൻ. അതിനാൽ ഈ ചാതുർവർണ്ണത്തിൽ ബ്രാഹ്മണൻ മാത്രമല്ല അക്ഷരാഭ്യാസം കൊടുക്കുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ തന്നെ നിങ്ങളറിയണം, പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്: അധ്യേതവ്യം ബ്രാഹ്മണേരേവ തസ്മാത് ജ്യോതിശാസ്ത്രമിതം പുണ്യമേതത് രഹസ്യം. ബ്രാഹ്മണൻ്റെ കൈകൊണ്ട് തന്നെ ജ്യോതിഷം അഭ്യസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയും പറഞ്ഞിട്ടുണ്ട്: മ്ലേച്ഛാഹി യവനസ്തേഷു സമ്യക് ശാസ്ത്രമിതം സ്ഥിതമെന്ന്. മ്ലേച്ഛന്മാരായ യവനന്മാർ, അവരിൽ നിന്നും ഈ ശാസ്ത്രം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. സ്ഫുജിധ്വജ യവനേശ്വരൻ്റെ യവനജാതകം വളരെ പ്രസിദ്ധമാണ്. അതിനാൽ ബ്രഹ്മജ്ഞാനമുള്ള അടുത്തു നിന്നും വിദ്യ വാങ്ങുക. നമ്മുടെ മുന്നിൽ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും കബീർദാസും തുളസിദാസും ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിനായി നമുക്ക് മുന്നിൽ അന്തസ്സായി ധൈര്യപൂർവ്വം പ്രകടിപ്പിക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ. നാളെ തിരുവാതിര നക്ഷത്രം ഉച്ചയ്ക്ക് 12:30 വരെയാണ്. അതുവരെ ശുഭകാര്യങ്ങളൊന്നും, വിദ്യാഭ്യാസം, അക്ഷരാഭ്യാസം ഒഴിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. നാളത്തെ തിഥിയും സപ്തമി തിഥിയാണ് 12:30 വരെ. അതിനുശേഷമുള്ള തിഥി 12:30 മുതൽ അഷ്ടമി തിഥിയാണ്. കറുത്തപക്ഷത്തിലെ അഷ്ടമിയാണ്. അപ്രകാരം തന്നെ നാളെ 12:30 മുതൽ പുണർദം നക്ഷത്രം വരുന്നുണ്ട്. പുണർദം ശുഭനക്ഷത്രമാണ്. എങ്കിലും തിഥി അത്ര ദുർബലമല്ല. അഷ്ടമി തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. നാം ഒന്നിനും ഉപയോഗിക്കാറില്ല. കറുത്തപക്ഷത്തിലെയും വെളുത്തപക്ഷത്തിലെയും അഷ്ടമി തിഥി. പക്ഷേ വിവാഹത്തിന് ഏറ്റവും നല്ലതാണ് കറുത്തപക്ഷത്തിലെ അഷ്ടമി. കൃഷ്ണാഷ്ടമി, അത് ശ്രീകൃഷ്ണൻ്റെ രോഹിണി നക്ഷത്രവും അഷ്ടമി തിഥിയുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. പക്ഷേ തിരുവാതിര നക്ഷത്രത്തിന് നാം വിവാഹങ്ങളൊന്നും നടത്താറില്ല. നാളെ വല്ല രജിസ്റ്റർ ഓഫീസ് പോയി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ നാളെ വേണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 3:20 മുതൽ 4:15 വരെയുള്ള സമയം വളരെ നല്ലതാണ്. ധനകാര്യ സ്ഥാപനങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ കാര്യങ്ങൾക്കും നാളെ ഞാൻ മേൽപ്പറഞ്ഞ സമയം 3:20 മുതൽ 4:15 വരെയുള്ള സമയം അനുകൂലമായി കാണാവുന്നതാണ്.
നാളത്തെ പ്രാർത്ഥന കാലത്ത് തിരുവാതിര നക്ഷത്രമാണ്, സർപ്പക്ഷേത്രത്തിൽ പോവുക, വളരെ അനുകൂലമാണ്. രാഹുപ്രീതി ചെയ്യുക. വൈകിട്ട് മഹാവിഷ്ണു സങ്കേതത്തിൽ പോവുക, അല്ലെങ്കിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുക. ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം, ഗത ഒപ്പിക്കൽ, ശ്രീരാമസ്വാമിക്ക് തുളസിമാല, പാൽപ്പായസം വഴിപാടായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമർപ്പിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.